വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എൻ ഡി എയുടെ വൈസ് ചെയർമാൻ. ഞാനിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചത് ഇന്ന് ചാനലിലൂടെയൊക്കെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ UDF എന്നൊരു വാർത്തയാണ്. ഞാൻ ഈ വാർത്ത ഒരു മീഡിയയാണ് എൻ്റെ ശ്രദ്ധയപ്പെടുത്തിയത്. ഉടനെ തന്നെ ഞാൻ ചാനൽ നോക്കിയപ്പോൾ എല്ലാത്തിലും സജീവ വാർത്തയാണ്. അത് കാമരാജ് കോൺഗ്രസ് UDF പോയിട്ട് VSTP പോകണമെന്ന് പറഞ്ഞു. VSTP വേറെ, കാമരാജ് കോൺഗ്രസ് വേറെയാണ്. അതിന് ഒരു മറുപടി പറയാനാണ് ഇങ്ങനെ കൂടിയത്. NDAയിൽ വൈസ് ചെയർമാനായി നിന്നുകൊണ്ട് സജീവമായിട്ട് നിങ്ങൾ കണ്ടിരിക്കും. 2 ദിവസം മുമ്പ് വരെയും ഈ ഇലക്ഷൻ പ്രവർത്തനത്തിലും ഒക്കെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആളാണ്. ഇപ്പോഴും എനിക്കൊരു സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അതിൽ ഇന്ന് അവിടെ ചർച്ച ചെയ്തു എന്ന് പറയുന്ന വിഷയം ഞാനത് നിഷേധിക്കുകയാണ്. കാരണം ഞാൻ അവർക്ക് അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ പുറത്തുവിടുന്നു. വിഷ്ണുപുരം ചന്ദ്രശേഖരന് UDF എടുക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടുന്നു. പിന്നെ എനിക്ക് NDAയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്കുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഘടകകക്ഷികളെ വേണ്ട വിധം മാനിക്കാത്ത NDAയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാനുള്ള കരുത്ത് എനിക്കുണ്ട്. അല്ലെങ്കിൽ എൻ്റെ പരിവാർ പ്രസ്ഥാനങ്ങൾ അതിലിടപെട്ട് എൻ്റെ വിഷയം പരിഹരിക്കും. അതിനു പകരം ഞാനിങ്ങനെ ഒരു അപേക്ഷ കൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ UDFൻ്റെ നേതാക്കളുമായിട്ട് ഈ വിഷയത്തിന് വേണ്ടി ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. ഒരു 2-4 മാസങ്ങൾക്ക് മുമ്പ് ഈ UDFൻ്റെ നേതാക്കൾ എന്നോട്, ഞാൻ അന്ന് NDA എന്തോ ഒരു വിഷയത്തിൽ ചാനലിൽ കൂടി ഞാൻ പറഞ്ഞു NDA ശരിയല്ല, അങ്ങനെ എന്തോ ഒരു വാക്ക് പറഞ്ഞതിന് തൃപ്തനാണോ എന്ന് ചോദിച്ചു. തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തലയുണ്ട്, തിരുവഞ്ചൂരുണ്ട്, VD സതീശൻ, എല്ലാവരും ചോദിച്ചു. എല്ലാവരോടും ഞാൻ പറഞ്ഞു ഇനി ഞാൻ തൃപ്തനല്ല എന്ന് തന്നെ പറഞ്ഞു. ഇപ്പോഴും ഞാൻ തൃപ്തനല്ല എന്ന് തന്നെ പറയുന്നു. പിന്നെ ഒരു തീരുമാനം അവരെടുക്കുമ്പോൾ പത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കണം. നിലവിൽ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം എനിക്ക് അത്യാവശ്യം അംഗീകാരം കൂടി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം 3 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞതാണ് നേരിട്ട് ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ആ ദിവസമാണ് ഇന്ന് കണ്ണൂർ കൃഷ്ണദാസിൻ്റെ മകളുടെ കല്യാണം, അതായത് അങ്ങോട്ടാണ്. അപ്പം നിലവിലിപ്പോൾ വന്ന വാർത്ത കൊണ്ട് ആശയക്കുഴപ്പം VSTP എന്നെല്ലാവരും വിളിക്കുകയാണ്. VSTPക്കാണെങ്കിൽ പ്രതിനിധി സഭ കൂടണം, പാർട്ടിയിലാണെങ്കിൽ നമുക്ക് സംസ്ഥാന കമ്മിറ്റി കൂടണം. നാളെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയാണ്. നമ്മുടെ ഇവിടെ 11 മണിക്ക് പ്രസ് ക്ലബ്ബ് ഹാള് വെച്ച് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി പാർട്ടിയുടെ അഭിപ്രായം പറയും. പക്ഷേ ഇങ്ങനെ ഒരു ഇത് വന്നത് ഞാൻ അവരുടെ ആളുകളുടെ അതൃപ്തിയാണോ എന്നൊക്കെ സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെയും ചില നേതാക്കൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എനിക്ക് മറ്റൊന്നിലേക്ക് ചാടിപ്പോവാനുള്ള അതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. രണ്ടാമത്, മനസ്സുകൊണ്ട് 14 വയസ്സ് മുതൽ ഇപ്പോൾ 62 വയസ്സ് വരെയും ഞാനൊരു സ്വയംസേനാണ്. ആ സ്വയംസേനത്വത്തിൽ തന്നെ ഞാൻ ഉറച്ച് ജീവിക്കുന്ന ആളാണ്. എന്നെപ്പോലെ ഒരാൾക്ക് അതിൽ ചെന്നെത്തിയാൽ നിൽക്കാൻ എത്ര ദിവസം കഴിയും എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഞാൻ എല്ലാത്തിനും വ്യക്തമായ അഭിപ്രായം പറയുന്ന ആളാണ്. അതത് പറ്റൂല എന്നൊക്കെ ഉള്ള അറിയാം. രാഷ്ട്രീയ ബോധം എനിക്കുമുണ്ട്. പിന്നെ NDA സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളോട് കാണിക്കുന്ന സമീപനം ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 300ഓളം സീറ്റ് BDSന് കൊടുത്ത് അവർക്ക് ജയിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് 4 സീറ്റ് എന്നുള്ളൂ, 1 ജയിച്ചു. പുഞ്ചക്കരി കോർപ്പറേഷനിൽ ഒരു സീറ്റ് തന്നു. 2400 വോട്ട് BJPക്ക് ഉണ്ടെങ്കിൽ അവിടെ 1035 വോട്ടായിട്ട് കുറയണെന്തിന്? വോട്ട് ഘടകകക്ഷികൾക്ക് ഇടാനുള്ള വൈമനസ്യം BJPക്ക് ഉണ്ട്. ആ വൈമനസ്യം എല്ലാ ഘടകകക്ഷികൾക്കും ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ആകെ കോർപ്പറേഷനിൽ കിട്ടിയ ഒരു സീറ്റാണ്. ആ സീറ്റ് പോലും ഈ 1500 വോട്ട് എവിടെ പോയി?
അതുപോലെ തന്നെ എൻ്റെ അടുത്തിരിക്കുന്നത് കാമരാജ് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്യാം ലജു, പൂവച്ചൽ ജില്ലാ ഡിവിഷനിലാണ് അയാൾ മത്സരിച്ചത്. 10,000-അടുത്തുള്ള വോട്ടുകൾ പിടിച്ചു. പക്ഷേ BJPക്ക് 800 വോട്ട് 850 കിട്ടിയ വാർഡുകളിലും ഇയാൾക്ക് 400 വോട്ടേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി 400 കോൺഗ്രസിനാണ് കിട്ടിയത്. ആ സമീപനം ഇവർ തിരുത്തണം, അതിൽ സംശയമില്ല. അത് പ്രധാനമായിട്ട് ഞാൻ NDAയുടെ മീറ്റിങ്ങിൽ, ഉടനെ കൂടുന്ന മീറ്റിങ്ങിലും അവതരിപ്പിച്ചിട്ടുണ്ട്, ഇപ്പം അവതരിപ്പിക്കും. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ എഴുതിയെടുക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് അവർ ഇതാരോടും പറയാതെയാണ് ഇത് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പല ആളുകളുടെ ഇത് സംസാരിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചിട്ടുണ്ട്, തിരുവഞ്ചൂരിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം VD സതീശൻ്റെ ഒട്ടത്ത് നമ്മുടെ VSTPയുടെ പ്രതിനിധി സഭയ്ക്ക് ക്ഷണിക്കാൻ പോയപ്പോൾ അത് ഔദ്യോഗിക ഹൗസിലാണെന്ന് തോന്നുന്നു, ഒരു 4 മാസം മുമ്പേ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ പകരം തിരുവഞ്ചൂരിനെ വരാൻ പറഞ്ഞു. പക്ഷെ തിരുവഞ്ചൂർ വന്നെത്തിയില്ല. ഇങ്ങനെ അതിലെങ്ങനെ പിടിച്ചു നിൽക്കും? ഞാൻ പറഞ്ഞു അതിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് മാത്രമാണ് ഇതിൻ്റെ മൂലധനം. അപ്പോഴാണ് ഇന്ന് എന്നെ വിഷ്ണുരത്തിനെ ഇതിലെടുത്തു എന്നുള്ള വാർത്ത വന്നത്. അല്ല, ഞാൻ എന്നോട് ചോദിച്ച് സ്വാഭാവികമായിട്ട് സുഹൃത്തുക്കൾ ചോദിക്കുമല്ലോ, ഇങ്ങനെ നിങ്ങൾ നിൽക്കുന്നിടം എങ്ങനെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമല്ലോ. ആ ചോദ്യത്തിന് അത്ര സുഖമല്ല എന്ന് തന്നെ പറയണത്. ഇപ്പോഴും ഞാനത് പറയുന്നു, അത്ര സുഖമല്ല. ഭാഗമായിട്ടിരിക്കുമ്പോൾ അതിനകത്ത് താങ്കൾക്കുള്ള ഒരു അതൃപ്തി തൊട്ട് എതിർകക്ഷിയായിട്ടുള്ള UDF നേതാക്കളോട് പറയുന്നത് സ്വാഭാവികതയില്ലേ? ഉണ്ട്. സുഹൃത്തുന്നാലും കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് എങ്ങനെ സുഖമാണോ പ്രവൃത്തിയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തുറന്ന് പറയുന്നു. ഇല്ല, അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല. ഈ വിഷയത്തിലുള്ള ഡിസ്കഷൻ നടന്നിട്ടേ ഇല്ല. അല്ല, അതിൽ ഒരു കാര്യം ഞാൻ ഇപ്പം ചാനലിൽ കൂടി കണ്ടത്, നിങ്ങളുടെ ഏതൊരു ചാനലിലാണ് കണ്ടത്, ഇങ്ങനെ കത്ത് തന്നു, ഇങ്ങനെ അപേക്ഷ നൽകി, അതിന് പ്രകാരം ചർച്ച ചെയ്തു. അങ്ങനെ കേരളത്തിൽ ഞാൻ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്തേ. ഞാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്തേ. CK ജാനു NDAയിൽ നിന്നെയാണ് നേരത്തെ. അല്ലല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ രണ്ടും ഒരുപോലെ തന്നെ ഏകദേശം ഇതിലിരിക്കും പോലെ തന്നെ അതിലിരിക്കുന്നത്. പക്ഷെ ഇതിൽ എൻ്റെ വിഷയങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഒരു പരിധിവരെയൊക്കെ പരിഹരിച്ചിട്ടുണ്ട്, സംസാരിച്ച്. എൻ്റെ വിഷയങ്ങൾ ഇത്രയേ ഉള്ളൂ. അത് ഇതിൽ ചാനലിൽ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. NDAയിലും കേട്ടോട്ടെ. അവർ ഈ ഘടകകക്ഷികളെ ആ മുന്നണി മര്യാദ അനുസരിച്ച് മാനിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഭാഗത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 3 മാസം മുമ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് സജീവമായിട്ട് നമുക്ക് കുറച്ച് സീറ്റ് തന്നു. അതിൽ ഒരു ബ്ലോക്കും ഒരു വാർഡും ഒക്കെ ജയിച്ചു. അതിന് ഈ പരസ്പര ബന്ധമുള്ളവരാണ് കോൺഗ്രസ് നിൽക്കുന്ന എല്ലാ ആളുകളും. ഞാൻ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ കോൺഗ്രസ്, അന്ന് ബെന്നി ബഹനാനാണെന്ന് തോന്നുന്നു, എൻ്റെ ഉണ്ട്, ഇവിടെ തന്നെ ഞാൻ വേണമെങ്കിൽ കത്തെടുത്ത് തരാം, ഈ ഘടകകക്ഷി ആക്കാമെന്ന് പറഞ്ഞ് കത്ത് തന്നിട്ടുണ്ട് എനിക്ക് 10 വർഷം മുമ്പ്. അന്ന് നമ്മൾ ഇതിൽ ഘടകകക്ഷി അല്ല. അന്ന് ഈ കാമരാജ് കോൺഗ്രസ് ഇടതുപക്ഷത്തിനാണ് നമ്മൾ സഹായിക്കുന്നത്. വക്കം വിശ്വനാണ് ഇത് ഉദ്ഘാടനം ചെയ്തതൊക്കെ. അല്ല, അവരുടെ കാര്യം എനിക്കറിയില്ല. ഈ ജാനുവിന്റെ കാര്യവും അൻവറിന്റെ കാര്യവും എനിക്കറിയില്ല. ഒരു ചർച്ച നടത്തി സംസാരത്തിൽ ഏതെങ്കിലും തരത്തിൽ മുന്നണിയുടെ ഭാഗമാകുന്നതിനെ കുറിച്ച് അവർ ഇങ്ങോട്ടൊരു ആവശ്യം ചോദിച്ചായിരുന്നു. ഞാൻ ഈ 3-4 നേതാക്കളോട് സംസാരിച്ചു, 4-5 നേതാക്കളുടെ. എനിക്ക് തോന്നുന്നു ഒരിക്കൽ കെ മുരളീധരൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചപ്പോഴും പറഞ്ഞ്, കെ മുരളീധരൻ പറഞ്ഞു, നിങ്ങളൊക്കെ നമ്മളോട്ട് നിൽക്കേണ്ട, പണ്ട് നിങ്ങളൊക്കെ നിന്നപ്പോൾ ഞങ്ങൾക്ക് 10 കൂടുതൽ സീറ്റ് കിട്ടി എന്ന് ഈ കെ മുരളീധരൻ പറഞ്ഞപ്പോഴും ഞാനും ഗൗരവം, എനിക്കും അവിടെ ഇതില്ല, ഗൗരവമായിട്ട് ഞാൻ മുമ്പോട്ട് ആലോചിക്കുന്നുണ്ട്. പാർട്ടിയൊക്കെ ആ രീതിയിൽ സജീവമായിട്ട് കമ്മിറ്റി എടുത്ത് തീരുമാനിക്കാം. അങ്ങനെ ഒരു തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. 21-ാം തീയതിയാണ് VSTPയുടെ പ്രതിനിധി സഭ, അടുത്ത മാസം സെന്റ് ജോസഫിൽ.
രേഖാമൂലം അഭ്യർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അല്ല, അത് ഞാനിവിടെ കിടന്ന് തർക്കിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഞാൻ എന്തെങ്കിലും ഈ പാർട്ടിയെ സംബന്ധിച്ച് പ്രസിഡന്റ് ആണ് ചിന്തിക്കേണ്ടത്. എന്ത് തീരുമാനിക്കാനും BSTP ആയാലും പ്രസിഡന്റ് തന്നെ പരമാധികാരം. എൻ്റെ പാർട്ടിയിൽ ഒരാൾക്കും ആ അപേക്ഷ കൊടുക്കാനും പറ്റില്ല, കൊടുത്തിട്ടുമില്ല. ഞാൻ പറയണത് അതല്ലല്ലോ, ഞാനിത് ലൈവായിട്ട് പറയല്ലേ. അതെടുത്തൊരു ഏതെങ്കിലും ഒരു ചാനലിൽ കൂടി ഞങ്ങൾ കാണിക്കട്ടെ. വാട്സപ്പിലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് മുന്നണിയിൽ എന്തൊക്കെ പ്രശ്നം, മുന്നണിയുടെ പ്രശ്നങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ 4 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം BD സതീശനെ ഞാൻ ഇവിടെ അവരുടെ ഹൗസിൽ തന്നെ ഞാൻ പോയി കണ്ടു. നമ്മളെ പ്രതിനിധി സഭയ്ക്ക് ക്ഷണിക്കാനാണ് പോയത്. അപ്പോൾ എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്, അങ്ങനെയൊക്കെ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തലയുടെ അമ്മ മരിച്ചപ്പോൾ ഹരിപ്പാട് ഞാൻ പോയിരുന്നു. അപ്പം അടുത്തുകൂടി ഇരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെ വിഷു എങ്ങനെ എന്തിന് നിൽക്കുന്നത്, നമ്മളോട് നിൽക്കേണ്ടതല്ലേ, ഞാനും ഗൗരവമായിട്ട് ആലോചിക്കും എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. എനിക്ക് 2-3 മാസത്തിന് അകത്തുള്ള കാര്യമാണ് ഹരിപ്പാട് വെച്ച്. ഇത്രേ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളൂ. പിന്നെ മുരളീധരനെ ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു. അപ്പം അതിനും കാരണം ഞാൻ ഈ NDAയിൽ അതൃപ്തനാണ് എന്ന് പറഞ്ഞ് ഞാൻ 1-2 ചാനലിലൊക്കെ പറഞ്ഞിരുന്നു. അത് വന്നിരുന്നു, മാതൃഭൂമി പോലെ ഈ ഇരിക്കുന്ന പല ചാനലിലും വന്നിരുന്നു. NDAയിൽ എനിക്ക് അല്ല, അതിന് ഇപ്പോഴും നിലവിൽ രാജീവ് ചന്ദ്രശേഖർ എന്നെ പരിഗണിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഞാനത് പോകാൻ തയ്യാറല്ല. കാരണം ഈ ഘടകകക്ഷികളിൽ എന്നെ മിനിമം കാര്യങ്ങൾ ചുമതലകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ വിഴിഞ്ഞത്തിൻ്റെ ചുമതലയുണ്ട് നിലവിൽ. അത് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ്റെയൊക്കെ പ്രധാന ചില കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാപട്യം കാണിക്കാൻ ഞാൻ തയ്യാറല്ല. അല്ല, അതൃപ്തി എനിക്കുണ്ട്. അതൃപ്തി നിലവിൽ എനിക്കുണ്ട്. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ഇന്നലെ അത് സംസാരിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഉടൻ പോയി. അല്ലെങ്കിൽ അല്ല, എനിക്കൊന്നും വിലവേശാനൊന്നുമില്ല. ഞാൻ NDAയിൽ നിന്നിട്ട് 10-11 വർഷമായി. അത്യാവശ്യം കമ്മിറ്റിക്ക് ചെന്ന് ചായയും വടയൊക്കെ കഴിച്ചല്ലാതെ അതിൽ നിന്ന് ഒന്നും നേടിയിട്ടില്ല. ഞാൻ 10 വർഷം മുമ്പേ UDFനെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഈ ജില്ലയിൽ എല്ലാ സീറ്റുകളും അവർ ജയിച്ചു വന്നിട്ടുണ്ട്. അവരെ ഒന്നും ഞാനൊരു ചായയും വാങ്ങിച്ചു കുടിച്ചിട്ടില്ല. ഇനി 62 വയസ്സായ ആൾ ഇനി വാർക്കം ചെയ്ത് കൂടുതൽ എടുക്കാൻ ഒക്കൂ എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. പിന്നെ മാനസികമായിട്ട് ഞാൻ നിൽക്കുന്നത്, ഞാൻ BJPയുടെ മുമ്പൊന്നുമല്ല. ഈ കുട്ടിക്കാലം മുതൽ ഞാനൊരു സ്വയംസേനാണ്. എന്നെ വളർന്നതും വളർത്തിയൊക്കെ അവരാണ്. അവരുടെയെങ്കിലും ഒരു അറിവ് ഞാൻ എങ്കിൽ നേടണ്ടേ. അല്ല, ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച ആളുകളെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ പോകും. BSTPയുടെ നിലപാട് നേരത്തെ കഴിഞ്ഞ പ്രതിനിധി സഭയ്ക്ക് നിങ്ങളെല്ലാവരും വന്നിരുന്നു. അന്ന് നമ്മൾ 3000 പ്രതികൾ സെന്റ് ജോസഫിൽ കൂടി BJP ആയിട്ട് അകലം പാലിക്കണമെന്ന് അന്ന് തീരുമാനിച്ചു. അത് എടുത്തിട്ടില്ലല്ലോ. BJP ആയിട്ട് അകലം പാലിച്ചാണ് നിൽക്കുന്നത്. ഇല്ല, പാർട്ടിയെ അത്തരത്തിൽ നമ്മളെ പാർട്ടിയുടെ ആളുകൾ സജീവമായിട്ടില്ല. ഞാൻ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം അതുമൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ നാളെ ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇയാൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഇത്തിരിയും രൂപയൊക്കെ ചില കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ആളിൻ്റെ വോട്ട് വേറെ കൊടുക്കുമ്പോൾ അയാൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല. അത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെല്ലാം പരിശോധിക്കാമെന്ന് വ്യക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്. പരിഹരിക്കുമെന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യവും ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ട്. 10 വർഷം മുമ്പ് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോഴേ ഞങ്ങൾ 3-ാം സ്ഥാനമാണ് ഓരോ പഞ്ചായത്തിലും. BJP 4-ാം സ്ഥാനത്താണ്. അങ്ങനെ മത്സരിക്കേണ്ടി വന്നാൽ തിരുവനന്തപുരത്ത് മത്സരിക്കും. ഞങ്ങൾ കൂട്ടുമുന്നണിയിൽ അങ്ങനെ കടന്ന് എന്തെങ്കിലും നേടാൻ നിൽക്കുന്നവരല്ല. മത്സരിച്ചിട്ടുണ്ട്. അത് അന്ന് കള്ളിക്കാട് ബ്ലോക്ക് അല്ലേ, കള്ളിക്കാട് ബ്ലോക്കിൽ അവർ 4-ാം സ്ഥാനം, ഞങ്ങൾ 3-ാം സ്ഥാനമാണ്. ഇയാളാണ് മത്സരിച്ചത്. അപ്പം അങ്ങനെ മത്സരിക്കണമെങ്കിലും അങ്ങനെ ബാക്ക് സപ്പോർട്ടൊക്കെ ഈ പാർട്ടിക്കുണ്ട്. മത്സരിക്കേണ്ടി വന്നാൽ മത്സരിക്കും. അല്ല, ഞാൻ അതിൽ പോകുന്ന കാര്യം തള്ളുക തന്നെ. കാര്യം ഈ രാജീവ് ചന്ദ്രശേഖർ എൻ്റെ വിഷയങ്ങൾ പറഞ്ഞ ഒരുപാട് വിഷയമുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. അതിനെല്ലാം പരിഹാരം അദ്ദേഹം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ഉടനെ പോകുന്ന കാര്യം ഒന്നും ചിന്തിച്ചിട്ടുമില്ല. അല്ല,
ഇതിന് മാനസികമായി എനിക്ക് യോജിപ്പുണ്ട്. ഈ പ്രസ്ഥാനത്തിനോട് എനിക്ക് കടപ്പാടുണ്ട്. ഈ 15 വയസ്സ് മുതൽ ഈ 62 വയസ്സ് വരെ ഈ പ്രസ്ഥാനത്തിൻ്റെ പോഷക സംഘം RSS പോലുള്ളതിൽ എനിക്ക് കടപ്പാടുണ്ട്. അതിനെയൊക്കെ ലംഘിച്ചു പോകാനുള്ള അതിനേക്കാൾ വലിയ സംവിധാനം ഇവർ ഒരുക്കും എന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലില്ല. അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിട്ട് എനിക്ക് MLA ആവണോ MP ആണ്. ഞാനിതാ ഈ ചാനലിൽ കൂടി ഇതാ പറയാണ്, 62 വയസ്സായി, ഞാൻ ഒരിടവും മത്സരിക്കില്ല. പക്ഷേ ഇത് പറയുമ്പോഴും താങ്കൾ നയിക്കുന്ന ഇല്ല 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 ഇതിൽ NDAക്ക് ഇതിലെന്ത് മനസ്സിലായിരിക്കണം? അവർ സഹകരിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഇലക്ഷൻ എന്ന് പറയുമ്പോൾ സഹകരിക്കാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 3 മാസം മുമ്പ് ഇതെല്ലാം പേഴ്സണലി സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ മുന്നണി വരാൻ താല്പര്യമില്ല. അല്ല, ഞാനന്ന് പറഞ്ഞു, എല്ലാവരും പറയല്ലോ, ഞാൻ നിൽക്കുന്നിടം സജീവമായിട്ട് നിൽക്കുന്നുണ്ട്, സജീവമായിട്ട് ഞാൻ പ്രവർത്തിച്ച് നിൽക്കുന്നതാണ്. അങ്ങനെ എല്ലാ വിഷയങ്ങളും ഞാനങ്ങനെ NDAയിൽ നിൽക്കുമ്പോഴും NDAക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്കനുസരിച്ച് സംസാരിക്കും. എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ സംസാരിക്കും. ഞാൻ NDAയുടെ വൈസ് ചെയർമാനാണ് ഈ സമയം ഇപ്പോഴും. കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമാണ്. ഘടകകക്ഷികൾ എല്ലാം അതൃപ്തരാണ് എന്നാണ് പറഞ്ഞത്. ബാക്കി BJPക്ക് മാത്രമേ അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ തെരഞ്ഞെടുപ്പിൽ പിന്തുണ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. അവരെ വോട്ട് കൂടുതലും കിട്ടുന്നത് BJPക്കാർക്ക്, ബാക്കിയുള്ള ഘടകകക്ഷിയൊക്കെ വോട്ടിടാനൊക്കെ മടിയുണ്ട് എന്നുള്ളത് തന്നെ നേരത്തെ പറയണതും ഇന്ന് പറയാനാണ്. ആ മടി മാറണം, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ കുഴപ്പം തിരിച്ചും ഉണ്ടാവും. അവർ പറയണേൽ എന്ത് പറഞ്ഞതെന്നല്ല, അവർ പറയണേൽ ചെറിയ കാര്യമുണ്ട്. 300 സീറ്റ് മത്സരിക്കുമ്പോൾ ഈ 3 സീറ്റോ 4 സീറ്റോ അല്ലല്ലോ ജയിക്കേണ്ടത്. BJPക്ക് നേരത്തെ കിട്ടിയ വോട്ടുകളൊന്നും ആ സ്ഥലങ്ങളിൽ കിട്ടിയിട്ടില്ലല്ലോ. അവർ പറയണതിൽ ന്യായമുണ്ട്, ഞാൻ പറയണതിൽ ന്യായമുണ്ട്. ഞങ്ങളുടെ ദുഃഖങ്ങൾ പറയുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിൽ പ്രകടനം മോശമാണ്. അതിന് ഇതൊരു കാരണമാണോ ഘടകകക്ഷികൾക്ക്? ഇല്ല, അതെ, 140 മണ്ഡലവും ഈ മത്സരിക്കുമ്പോഴും അവർക്ക് തന്നെ എല്ലാവർക്കും BJPക്ക് മത്സരിക്കണം. എല്ലാത്തിലും ഒന്നും ജയിച്ചില്ലെങ്കിലും ബാക്കി ഘടകകക്ഷിയൊക്കെ സീറ്റ് കൊടുക്കാനൊക്കെ കിടന്ന് തർക്കവും ഇതും ഒക്കെ എല്ലാം ഒന്നിച്ച് തിന്നുന്നുള്ള ഒരു ആർത്തി ഈ BJPക്കുണ്ട്. ആ ആർത്തിയെ ഞാൻ അംഗീകരിക്കില്ല, അത്രേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ UDF അംഗങ്ങൾ ആരെങ്കിലും അനൗദ്യോഗികമായി ഇതിന് ശേഷം എടുത്തതായിട്ട് അറിയിപ്പോ? ഇല്ല, അറിയിച്ചില്ല. ശരിക്ക് അറിയിപ്പിട്ടൊന്നും കിട്ടിയിട്ടില്ല. അല്ലല്ലേ, 62 വയസ്സായി എന്നെ ഡീപാർ ചെയ്ത് കളയോ? ഞാൻ എന്തിനും തയ്യാറാണെന്ന്. ഞാൻ അങ്ങനെ NDA എന്ന് പറഞ്ഞ് BJPയുടെ അടിമയായിട്ട് ജീവിക്കുന്നവനല്ല. ഇപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയില്ലേ ഒരു സ്വാമി സമാധിയായത്? BJP അങ്ങനെയുള്ള ആളുകൾ എല്ലാവർക്കും അതിൽ ഇടപെടാൻ ബുദ്ധിമുട്ടായിരുന്നു, ഡാമേജ് വരുന്നത്. എനിക്കൊരു ഡാമേജ് വന്നില്ല, ഞാൻ ഇടപെട്ട്. ഞാൻ ആരുടെ അടിമയല്ല, ഞാൻ BJPയുടെ അടിമയല്ല, ഞാൻ ഒരുത്തരുടെ അടിമയല്ല. എനിക്ക് ഈ എഴിച്ചു നടക്കാൻ കഴിയുന്ന കാലത്ത് എനിക്ക് അഭിപ്രായം ഉണ്ടാവും. എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കും. അഭിപ്രായം തുറന്ന് തന്നെ പറയും. അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ NDAയുടെ വൈസ് ചെയർമാൻ. ഈ പത്രസമ്മേളനം നടക്കുന്ന ഈ സമയം അല്ല, എൻ്റെ വിഷയങ്ങളൊക്കെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ല, ഒരു ഭാഗം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ചവനാണ് ഞാൻ. എനിക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാലും ഇവിടുത്തെ 10 ഈ നിമിഷവും അല്ല, സീറ്റ് വിഭജനമൊക്കെ വരട്ടെ, ഞാനെന്തായാലും മത്സരിക്കണില്ല. ആ ഭാഗം നിങ്ങൾക്ക് ഇപ്പോഴേ കുറിച്ച് വയ്ക്കാം. ഒന്ന് മതിയാക്കി. മലയൊന്നും കയറാനുള്ള ആരോഗ്യമൊക്കെ പോയി. ഏത് ഞാൻ മത്സരിക്കുമെന്ന് അല്ല, ഇതിലാണ് നിൽക്കുന്നത്. ഈ അടുത്ത ആഴ്ച എൻ്റെ ആദാശം ഇടയ്ക്ക് പറഞ്ഞത് ഈ മാസം തന്നെ മീറ്റിംഗ് ഉണ്ട് എന്നാണ്. ഡേറ്റ നിശ്ചയിച്ചിട്ടില്ല. പരിഹരിക്കപ്പെടുമെന്ന്. ജനമുള്ളവൻ്റെ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ പരിഹരിക്കണത്? അല്ലെങ്കിൽ ഞാൻ ജനത്തിനെ കൂട്ടി തിരുവനന്തപുരത്ത് വരും. CK ജാനു ഈ ഘടകകക്ഷിയായിട്ട് കുറേ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്താൽ വ്യക്തിപരമായ ബന്ധമല്ല. അവർക്ക് നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പ്രധാനമന്ത്രി വന്നാലും മുമ്പ് ഒരു കസേരയെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അവർക്ക് ഒരു കസേര അവരെ പേരെഴുതിയിട്ട് ആരെങ്കിലും കയറിയിരിക്കുന്ന സ്ഥിതിയിലാണ്. അവർ മടത്തരം കാണിച്ചെന്നുള്ളത് ഞാൻ പറയും.
ഞാൻ മത്സരിക്കില്ലെന്ന് പറഞ്ഞല്ലോ. താങ്കൾക്കല്ല താങ്കളുടെ പാർട്ടി ഒരു സീറ്റ് വാഗ്ദാനം ചെയ്യുകയാണ്. അല്ല, ഇപ്പം അങ്ങനെ ഒരു തീരുമാനത്തിലോ അവരങ്ങനെ ഒരു കാര്യങ്ങളിലോ ചർച്ച ഒരു ഓഫർ വന്നാൽ BJP താങ്കളിപ്പോൾ പറയുന്നത് NDAയിൽ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അത് പരിഹരിക്കുമെന്നാണ് താങ്കളുടെ വിശ്വാസം. ഇത് അത് പരിഹരിക്കപ്പെടുന്നില്ല, അപ്പോൾ അത് UDF നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓഫർ തരികയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് ഞാൻ വയസ്സൊക്കെ ഇത്തിരി ആയതുകൊണ്ട് രാഷ്ട്രീയം ഒഴിവാക്കി വീട്ടിയിരിക്കും. എന്നാൽ പോലും UDF സഹകരിക്കില്ല. അല്ല, ഞാൻ സ്വയംസേനായിട്ട് നിൽക്കൂ. എൻ്റെ മരണം RSSലൂടെ RSSൻ്റെ പതാക പുറത്ത് മരിക്കാവും. ഇടയ്ക്ക് വെച്ച് ഞാൻ 1500 വോട്ട് BJP കിട്ടിയപ്പം പൂന്തറസ്വാമി നിന്നപ്പോഴേ കൺവീനറാണ് കേരളവർമ്മ. എല്ലാ ഇലക്ഷനും ഞാൻ തൊട്ട പാർട്ടി ജയിച്ചിട്ടില്ല. എൻ്റെ കൊച്ചുനാളുപോലെ ഇട്ട വോട്ട് പാഴാണ്, ജയിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ പാർട്ടി ജയിച്ചു. കൈകാര്യം ചെയ്യുന്നത് വല്ലാത്ത രാഷ്ട്രീയമാണ്. അതായത് ഇപ്പോൾ PSDPയുടെ തലപ്പത്തിരുന്നുകൊണ്ട് BJPക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നത്. അല്ല, അഭിപ്രായം പറയാൻ എല്ലാവർക്കും ഉണ്ട്. അവർ ചെന്ന് വീട്ടിൽ പറയും, കവലയിൽ പറയും, ഞാൻ തുറന്നു പറയും. തുറന്നു പറഞ്ഞാൽ എനിക്കേറെ എന്ത് നടപടി തന്നാലും ഞാൻ റെഡിയാണെന്നേ. എനിക്കെല്ലാ നിയമമണ്ഡലത്തിൽ നിന്നും കൂടി 10,000 പേരെ കൊണ്ട് റോട്ടി വരാനുള്ള ഇതൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ അടിമയായിട്ട് നിൽക്കില്ല. BJP ചെയ്യുന്നത്, BJPയിലെ പല ആളുകളും ഈ പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർ ജയിക്കും ആയിരുന്നു എന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. ആ പാർട്ടിയിലുള്ള ആളുകളുടെ നിലപാടിൻ്റെ കുഴപ്പം തന്നെയാണ് അദ്ദേഹം ജയിച്ചത്. അത് അദ്ദേഹം മനസ്സിലാക്കട്ടെ. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് എഴുതി നിങ്ങളെല്ലാം വാർത്തയാക്കിയിട്ടുണ്ട്. ഞാൻ ആരെയും മോശമെന്നോ നല്ലതെന്നോ അങ്ങനെ പറയാനല്ല, ഉള്ളത് പറയും. ഇനി എനിക്ക് കിട്ടിയതനുസരിച്ച് അവർ പ്രതീക്ഷിച്ച അത്രയും ഒന്നും വോട്ട് എല്ലായിടം കിട്ടിയിട്ടില്ല. വോട്ട് കുറഞ്ഞ് ഈ കോർപ്പറേഷനിൽ നോക്കിയായിരുന്നാലും കോർപ്പറേഷനിൽ ഘടകകക്ഷിക്കായിട്ട് വോട്ട് കിട്ടിയ ഇത് തന്നത് എനിക്ക് തോന്നുന്നത് BDSന് 3 സീറ്റും ശിവസേനയ്ക്ക് 1 സീറ്റും കോൺഗ്രസിന് 1 സീറ്റുമാണ് തന്നത്. അത് അവർ പ്രവർത്തിച്ചതിനനുസരിച്ചുള്ള സീറ്റ് കിട്ടിയെന്നുള്ള അഭിപ്രായം. അത്രത്തോളം അവർ പ്രവർത്തിച്ചു, നമ്മളൊക്കെ പ്രവർത്തിച്ചു. എൻ്റെ വാർഡ് ഇപ്പോൾ NDAയിലൊക്കെ ഒരുപാട് നേതാക്കളുണ്ടല്ലോ, അവരുടെ വാർഡ് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ് ആയിരിക്കും. എൻ്റെ വാർഡ് കോൺഗ്രസ്സാണ്. ഞാൻ പിടിച്ചെടുത്തു. അവിടെ നിങ്ങൾ മുള്ളറുള്ള ഞാൻ താമസിക്കുന്ന വീടിരിക്കുന്നിടത്ത് ഞാൻ പിടിച്ചെടുത്തു. എൻ്റെ വാർഡിൽ ഞാൻ പ്രവർത്തിക്കും. എൻ്റെ വാർഡിൻ്റെ സ്ഥാനാർത്ഥി BJP ആയിരിക്കും. അതൊന്നും നമ്മൾ വോട്ടിലൊന്നും ഇതില്ല. പക്ഷെ കുറച്ച് ആളുകളെങ്കിലും ഈ ഘടകകക്ഷിയെ ചിറ്റമ്മ നയത്തോടുകൂടി കാണുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമല്ല. ഇത് ലോകം കാണുന്നതാണ്. ഞാൻ പറയുന്നിടത്ത് തന്നെ അത് BJPയുടെ ആളുകൾക്ക് ഈ താമര ഒഴിച്ച് ഉള്ള ചിഹ്നം കണ്ട കുത്താനൊക്കെ അവിടെ മടിയുണ്ട്. അതൊക്കെ മാറിയില്ലെങ്കിൽ തിരിച്ചും കുത്തുണേൽ മടിയുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമൊന്നുമില്ല. അങ്ങനെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോർഷൊക്കെ അടിച്ച് എല്ലാം നമ്മളെ കാമരാൻ്റെ പടം വെച്ച് പോർഷ അടിച്ച് ചെയ്തിട്ട് ഈ 10 വർഷമായിട്ട് ഒന്നും ചെയ്തില്ല. കോൺഗ്രസ് എനിക്ക് ഉമ്മൻചാണ്ടി എഴുതി തന്ന ഒരു കെട്ട് കത്തുണ്ട്. ഞാൻ 5 കാര്യമായിട്ട് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോയി അദ്ദേഹം പറഞ്ഞു ഒന്നുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതും കൂടി എഴുതി എനിക്ക് ഒരു കെട്ട് കത്തിരിക്കണം, ഒന്നും ചെയ്തില്ല. ഇതിപ്പോൾ ഇനി NDAക്ക് ഇവിടെ ചെയ്യാൻ ഇപ്പോൾ ഉടനെ പറഞ്ഞല്ലോ, അവർക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ വയസ്സ് പൂർണ്ണമായി ഏകദേശം ചെയ്തത് എല്ലാം കഷ്ടപ്പാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ താങ്കളുടെ പാർട്ടിയിൽ എപ്പോഴെങ്കിലും UDFന്റെ നേതാക്കൾ സംസാരിച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് ചർച്ചയായിട്ടുണ്ട് എപ്പോഴെങ്കിലും മീറ്റിംഗിലോ? ഇല്ല. നാളെ നമ്മൾ ഇവിടെ പ്രസ് ക്ലബ്ബ് ഹാളിൽ 11 മണിക്ക് നമ്മളെ സംസ്ഥാന കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ആരുടെയൊക്കെ ചോദിച്ചാൽ വിളിക്കണ്ടല്ലോ. അല്ല, ഇവരെ അവഗണന കണ്ടത് അയാൾ പോലും പറയുന്നു. എൻ്റെ കൂട്ടത്തെ വർഷങ്ങൾ കൊണ്ട് VSDPയുടെ പ്രസിഡന്റ് കൂടിയാണ്. എന്നെ ഇത്തിരിത്തോളം ഈ വോട്ടിടാതെ അവരെന്നെ പറ്റിച്ചുകൊണ്ട് എന്തിനിതിൽ നിൽക്കുന്ന സാറേ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ചോദിക്കണമെങ്കിലും ഉള്ളുകൊണ്ട് അതിൻ്റെ നേതൃത്വം വഹിക്കണേ എൻ്റെ മനസ്സ് അത് പൂർണ്ണമായിട്ട് പാവപ്പെടുന്നില്ല, അതേ ഉള്ളൂ. ഒരുപാടുണ്ട് ഇല്ല നേരെ ആവുന്നേ. നേരത്തെ ഞാൻ 10 വർഷം ഒരു ചായ പോലും ഇല്ലാതെ ഈ NDAയിൽ നിന്നില്ലേ. സുരേന്ദ്രൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും പരിഹരിച്ചിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ പറയണ കാര്യം എഴുതിയെടുക്കുന്നു, പരിഹരിക്കും. ഒരുപാട് കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. പരിഹരിച്ചില്ലെങ്കിൽ എന്ന് വെച്ചാൽ അത് വീണ്ടും നമ്മൾ തിരിച്ചു തന്നെ പറയും. ഒരാളോടും പ്രതിബദ്ധതയില്ല. BJPയോടും ഇല്ല, ആരോടും ഇല്ല, കോൺഗ്രസിൻ്റെ കൂടെ ഇല്ല, കമ്മ്യൂണിസ്റ്റിന് ഞാൻ 10 വർഷം മുമ്പേ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ശിവൻകുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കോടിയേരി കോട്ടത്ത് ആ വേദി കയറിയില്ലേ. ഞാൻ NDA എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നോ? ഞാൻ വേദി കയറി, ആ ശിവൻകുട്ടിക്ക് വേണ്ടി പ്രസംഗിച്ചു.
IB സതീശന് വേണ്ടി ഞാൻ വേദി കയറി. എനിക്ക് അങ്ങനെയുള്ള അന്ധമായ രാഷ്ട്രീയമില്ല. എൻ്റെ സമൂഹം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഒരു ചുമതലക്കാരനാണ്. അവരുടെ കാര്യങ്ങൾ ഞാൻ പറയും. മുന്നണി എന്ന് പറഞ്ഞ് കെട്ടിയിട്ട മുന്നണിയിലല്ലല്ലോ. പറയണ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മളെ പാഴുവാക്കായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ അത്ര പരാതിയില്ല. ഞാൻ ഒന്നിൽ ചാനലിൽ ഞാൻ പറഞ്ഞില്ലല്ലോ, അത്ര പരാതിയല്ല. അദ്ദേഹം പരിഹരിക്കും എല്ലാ വിഷയങ്ങളും ഒന്ന് തന്നെയാണ് വിഷയം. പക്ഷേ ഈ നമ്മുടെ ചിഹ്നം ഇപ്പം ബാറ്റ് കണ്ടാലോ കുടം കണ്ടാലോ ഒക്കെ കുത്താൻ മറയ്ക്കുന്ന ആളുകളെ കൂടുതൽ വളർത്തിയെടുത്താൽ എതിരുണ്ടാവും. കുടം കണ്ട BDSന് കുടമാണ്, കുടം കണ്ട തിരിഞ്ഞു നോക്കിയിട്ട് വേറെ എവിടെയും കോട്ടിട്ട് കാര്യമുണ്ടോ? നമ്മളെ ബാറ്റാണ്, ബാറ്റ് കാണുമ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് വേറെ അപ്പുറത്ത് അടിച്ചു കൊടുത്തിട്ട് കാര്യമുണ്ട്? അങ്ങനെ ആക്കെങ്കിലും അങ്ങനെ അടിക്കാൻ തയ്യാറുണ്ടെങ്കിൽ തിരിച്ചും അതുപോലെ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴേ നല്ല കേരളത്തിൽ കഴിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ശതമാനം കുറഞ്ഞെന്നാണ് ചാനലിൽ കൂടിയൊക്കെ കണ്ടത്. അതുപോലെ കുറയും. അടിച്ചാൽ തിരിച്ചടി എന്ന് പറയും പോലെയാണ്. അടിച്ചാൽ അത് തന്നെ. ഈ അവരേറെ ചിഹ്നമാണ് വലുത്. എൻ്റെ ചിഹ്നം താമര, എൻ്റെ ജീവിതത്തിൽ അത്. ഈ കുടം കണ്ട കൂത്തൂല്ല എന്ന് പറഞ്ഞാൽ, ഈ ബാറ്റ് കണ്ട കൂത്തൂല്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ തെറ്റ്. തിരുത്തപ്പെടണം. തിരുത്തിയാലേ അതൊക്കെ നേരെയാവും. എല്ലാം വലുതാവുള്ളൂ. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ചോദിക്കും പോലെ നേരത്തെ ചോദിച്ചാൽ ഈ കോൺഗ്രസ്സുകാർ നേതാക്കൾ നമ്മൾ എത്രയോ വർഷത്തെ ഫ്രണ്ട്ഷിപ്പ്, എത്രയോ വർഷം ചോദിക്കുമ്പോൾ കുശലങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യം ഒളിക്കാനൊന്നും പറയാതെ ഒളിക്കുന്നത് പറയണ എന്തിന്? എല്ലാവരും പറയും. UDFൻ്റെ LDFൻ്റെ പറയും. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ നിങ്ങളെന്തെങ്കിലും കത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വാങ്ങിച്ചതിൽ ഇരുന്നേ. ഇനി ഞാൻ എഴുതിയ അപേക്ഷ കൊടുത്തോ മമ്മറെണ്ണം കൊടുത്തോ അതൊക്കെ കൂടി നിങ്ങൾ കൊടുക്കും. എനിക്ക് ഏറ്റവും പ്രയാസം തോന്നിയത് അപേക്ഷ തന്ന് ഞാൻ ഓടി വന്ന് നിങ്ങളല്ലേ വിളിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്ന് പ്രത്യേകം കൊണ്ട് കാണണമല്ലോ. ഈ പുന്നൊക്കെ ആൾ നമ്മളൊരു കൊടുത്തെൻ്റെ വീട്ടിൽ കയറി ചാനൽ കണ്ടപ്പോൾ ചുറ്റായിട്ട് പറഞ്ഞു അപേക്ഷകൾ കാണിക്കിട്ടു. അപ്പോഴാണ് അല്ലല്ല, അത് ഇവരെ ആരോ വിളിച്ച അവരുടെ വന്നുകൊണ്ടിരിക്കുന്നു. ഉടൻ ഒരു ബ്രൈറ്റ് കൊടുക്കാനെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ ഇത് കാണുന്നില്ല. ഏഷ്യാറ്റിൽ നിന്ന് വിളിച്ചു കമലേഷ്. ഞാൻ ദൂരെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വന്നോണ്ടിരിക്കണം. ഇയാൾ വന്ന് വണ്ടി എൻ്റെ മോൻ ഇല്ല, എനിക്ക് വണ്ടി ഓട്ടിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ ഇയാൾ വന്ന് ഉടൻ തന്നെ ഇയാളെ വണ്ടി കയറി നേരെ ഈ പുന്നക്കമള ചെന്നിരുന്നു. അല്ല ഇപ്പം ഞാൻ ഈ സമയം വൈസ് ചെയർമാൻ അഭിപ്രായ വ്യത്യാസമില്ല. NDAയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ NDAയിൽ നിൽക്കുമ്പോഴേ നമ്മൾ അറിയാതെ പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ UDFിലാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നാളെ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ആള് വന്നിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ട് ഘടകകക്ഷിയായിട്ടിരിക്കുന്ന നമുക്ക് അവിടെ എല്ലാവരും ഇത് ആരോട് ചോദിച്ചോണ്ടെന്നല്ലേ ചോദിക്കൂ. എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും വരുമ്പോഴേ നിങ്ങൾ ആരോട് ചോദിച്ചോണ്ടെന്നല്ലോ. എവിടെ അവിടെ ചർച്ച ചെയ്യാം. അതൊന്നുമില്ല. അതിനുവേണ്ടി തന്നെ കൂടണമല്ലോ. അല്ലല്ല, നമ്മളെ കുറച്ച് അല്ല അത് കേൾക്കാന്ന് ഏതാണ് അവർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് നമുക്ക് മനപ്പൊരുത്തം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അല്ല, എല്ലാ ഭാഗവും ചർച്ച ചെയ്യും നമ്മൾ നാളെ. എല്ലാ ഭാഗവും ഇവരുടെയൊക്കെ ദുഃഖങ്ങൾ എൻ്റെ കൂടി പറയണത് പാർട്ടിക്കകത്ത് പറട്ടെ. എല്ലാം കൂടി എല്ലാ ജില്ലയിലും അല്ലല്ല അങ്ങനെയൊന്നും പറയാനില്ല. ഞാൻ ആരോടെയും വിളിച്ചില്ല. ഇപ്പോൾ കോഴിക്കോട് നാളത്തേക്ക് വന്നതാണ് അയാൾ. അവിടെ എന്തെങ്കിലും പറഞ്ഞല്ലോ വിളിച്ചോ? ഉറപ്പ് ചർച്ച വരുമല്ലോ. ചർച്ച എങ്ങനെ വരുമെന്നുള്ളത് ചർച്ച വരുമ്പോഴല്ലേ അറിയാം. അല്ല, ഈ ദുഃഖിതരുണ്ട്. ഒരു അഭിപ്രായം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തിരിക്കുന്ന ആളിനും ദുഃഖം തോന്നിയില്ലേ? അല്ല, അത് പറയട്ടെ. അല്ല, അതാണെങ്കിലും കാണിക്കട്ടെ. എനിക്ക് കയ്യൊപ്പൊക്കെ അറിയാമല്ലോ, പേരറിയാം. ഞാൻ എല്ലാവരും പേര് വിളിച്ചാണ് പ്രസിഡന്റുമാരോട് സംസാരിക്കുന്നത്. അതാണെങ്കിലും കാണിക്കട്ടെ. കോൺഗ്രസ്സുകാരൻ്റെ കത്ത് വെച്ച്
പറയരുത്. കാമരാജ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏതെങ്കിലും പ്രവർത്തകൻ്റെ ഒരു കത്തുണ്ടെങ്കിൽ കാണിക്കട്ടെ.